നമ്മുടെ കനകയുടെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജലജ ചില കടുത്ത പ്രയോഗങ്ങളൊക്കെ നടത്തുകയാണ്. പുള്ളിക്കാരത്തി അമ്മാതിരി പ്രയോഗങ്ങളൊക്കെ നടത്തി നമ്മുടെ കനകയെ പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കുകയാണ് മുറിയിൽ നിന്നും. അത് എന്തൊക്കെ പ്രയോഗങ്ങളാണ് ഇത്രയ്ക്ക് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജലജ പ്രയോഗിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയിലായിരിക്കും. അതേക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാനും ഭയങ്കര ആകാംക്ഷയിലാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിവ്യൂവിലേക്ക് പോകാം. റിവ്യൂ ആണ്. ഈ റിവ്യൂവിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ലെങ്ത് വീഡിയോ അല്ല. ഇതെന്ന് വെച്ചാൽ കഥയൊന്ന് ചുരുക്കി മാത്രം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ലെങ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണണം എന്നുള്ളെങ്കിൽ ഇത് എന്ന് വെച്ചാൽ ഇത് 20-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെതാണ്. അപ്പോൾ അത് ലെങ്ത് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ അതിനകത്താണെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കാണണം എന്നുള്ളവർക്ക് അത് കാണാം. അല്ലാതെ സ്റ്റോറി ചെറുതായിട്ടൊന്ന് കഥ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളവർക്ക് ഈ ഒരു വീഡിയോ കാണാനും ഉപകരിക്കും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാതിരിക്കരുത്. ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ട് വീഡിയോയിൽ ഇട്ടാലും ലൈക്ക് വളരെ കുറവാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിവ്യൂയിലേക്ക് പോകാം. കാര്യം സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിവ്യൂ അതായത് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അനിയാണ്. അനി രാത്രിയിൽ ചെറിയ മഴയൊക്കെ ഉണ്ട്. കൊടയും പിടിച്ച് നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ അനി നമ്മുടെ നന്ദുവിനെ വിളിക്കുകയാണ്, ഫോണിൽ വിളിക്കുകയാണ്. അപ്പം നന്ദു പറയുകയാണ്, അനി പൊയ്ക്കോ, ഞാൻ അങ്ങോട്ട് വരത്തില്ല, കാരണം അച്ഛൻ ഇറങ്ങിയ വലിയ പ്രശ്നമാവും, അപ്പോൾ അച്ഛൻ എന്നെ തല്ലി കൊല്ലും, അതുകൊണ്ട് ഞാൻ വരില്ല, അനി പൊയ്ക്കോളൂ എന്നിങ്ങനെ നന്ദു പറയുകയാണ്. അപ്പോൾ അനി പറയുകയാണ്, പറ്റില്ല, നന്ദു വന്നാൽ മാത്രമേ ഞാൻ പോവുള്ളൂ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ നന്ദുവിനോട് പറയണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദു പുറത്തേക്ക് ഇറങ്ങി ആരും കാണാതെ കതവൊക്കെ തുറന്നിട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനിയും നന്ദുവും കൂടി തമ്മിൽ സംസാരിക്കുമ്പോൾ അനി ചോദിക്കുകയാണ്, എന്നെ നിനക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു പറയുകയാണ്, നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അനന്തപുരിയിലുള്ള മറ്റുള്ള കൊച്ചുമക്കളെക്കാൾ എല്ലാവരെക്കാളും നല്ല സ്വഭാവം നിനക്കാണെന്ന് എൻ്റെ നയന ചേച്ചി പോലും സമ്മതിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഇഷ്ടമാണോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. അപ്പം നമ്മുടെ അനി പറയുന്നുണ്ട്, നന്ദു ഒരു വാക്ക് പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണെന്ന് നന്ദു ഒരു വാക്ക് പറയുകയാണെങ്കിൽ അനാമികയുമായിട്ടുള്ള വിവാഹമൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല, അനാമികയെ ഉപേക്ഷിച്ച് ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ നന്ദു സമ്മതിക്കുന്നില്ല. നന്ദു പറയുകയാണ്, അനി ഒരു കാര്യം ചെയ്യ്, അനി പൊയ്ക്കോ, ഇനി ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുകയേ വേണ്ട, പിന്നെ അച്ഛൻ അങ്ങനെ ഇറങ്ങി വന്നാൽ ആകെ പ്രശ്നമാവും. അപ്പോൾ അനി പറയുകയാണ്, അച്ഛൻ ഇറങ്ങി വരുന്നെങ്കിൽ വരട്ടെ, എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അനി നമ്മുടെ നന്ദുവിൻ്റെ എന്താ പറയുന്നത് നന്ദുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ അങ്ങ് വിഷമിച്ചങ്ങ് ഇറങ്ങി പോവുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ കനകയും ജലജയും ഒരു മുറിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ നമ്മുടെ കനക കിടക്കുന്നത് പണ്ടേ ഇഷ്ടമല്ല. അങ്ങനെ പുള്ളിക്കാരത്തെ ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജലജ എന്ത് ചെയ്യുന്നോ കള്ളത്തരം കൂർക്കം വലിക്കുന്നതൊക്കെ ആയിട്ട് ഭയങ്കര ഒച്ചത്തിലൊക്കെ കൂർക്കം വലിക്കുകയാണ്. അങ്ങനെ ഈ കൂർക്കം വലി സഹിക്കുക വയ്യാതെ നമ്മുടെ കനക മുറി വിട്ട് ഇറങ്ങി പോവുകയാണ്, മൊബൈലും എടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നിട്ട് ലൈറ്റ് ഇടുമ്പോഴാണ് നമ്മുടെ അനി പമ്മി അകത്തേക്ക് വരുന്നത്. അപ്പോൾ അനിയോട് നമ്മുടെ കനക ചോദിക്കണം, നീ എവിടെ ആയിരുന്നു ഇത്രയും നേരം? ഈ രാത്രി 10 മണി കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും ഇറങ്ങി പോകരുതെന്നാണല്ലോ ഈ വീട്ടിലെ ചിട്ട, എന്നിട്ട് നീ ഇത് എങ്ങോട്ട് പോയി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയുകയാണ്, അത് ആൻറ്റി ഞാൻ വേറെ എങ്ങോട്ടും പോയതല്ല, ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിനെ കാണാനായിട്ട് എന്നെ വിളിച്ചു, അങ്ങനെ പോയതാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഒരുവിധം അനി അവിടെ നിന്ന് തടി തപ്പുകയാണ്. എന്നിട്ട് കനകയോട് പറയുന്നുണ്ട്, മുത്തച്ഛനോടോ മുത്തച്ഛിയോടോ ആരോടും ഞാൻ ഈ സമയത്ത് വന്ന കാര്യം പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അനി അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കനകയ്ക്ക് തോന്നുകയാണ് ഇത് നന്ദുവിനെ കാണാൻ പോയതാണ് എന്നിങ്ങനെ തോന്നുവാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കനക നമ്മുടെ നന്ദുവിനെ ഫോൺ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അനി അങ്ങോട്ട് വന്നിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ നന്ദു പിടിച്ച കയ്യാലെ ഏൽക്കുന്നില്ല. നന്ദു പറയുകയാണ്, ഇങ്ങനെ വന്നിട്ടേ ഇല്ല, അനി ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, അനി ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് നിന്നെ കാണാൻ വന്നതാണോ എന്നൊരു സംശയം എന്നിങ്ങനെ പറയാണ്. അനി രാത്രി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകുന്നത് എന്നെ എന്തിനാ അമ്മ സംശയിക്കുന്നത് എന്നാണ് നമ്മുടെ നന്ദു ചോദിക്കുന്നത്. അങ്ങനെ എന്തെന്നോ പിന്നെ അതങ്ങ് കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് രാവിലെ
രാവിലെ നമ്മുടെ ആദർശിന് നമ്മുടെ കനക ചായയൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. അതിനുശേഷം ആദർശുമായിട്ട് സംസാരിക്കുകയാണ്. ആദർശ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നയന വരികയാണ്. അതിനുശേഷം നയനയോട് കാര്യങ്ങളൊക്കെ നമ്മുടെ കനക സംസാരിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ പേരക്കുട്ടി വേണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കനക സംസാരിക്കുന്നത്. അതിനുശേഷം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനിയാണെങ്കിൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അജയനും ജാനകിയും കൂടി വരികയാണ്. അപ്പോൾ അജയനും ജാനകിയും പറയാണ്, നീ കല്യാണം വിളിക്കാൻ പോകാനൊന്നും വരുന്നില്ലേ? കല്യാണങ്ങളൊക്കെ വിളിച്ച് തീരാറുമായി, എന്നിട്ട് നീ എങ്ങും വരുന്നില്ലേ? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിൻ്റെ കൂട്ടുകാരെ പോലും വിളിക്കാൻ നീ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ വിവാഹം വിളിക്കാൻ പോകാനൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇന്ന് ഞാനിപ്പോൾ എങ്ങോട്ടും വരുന്നില്ല, എനിക്കൊരു മൂഡില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജാനകി പറയാണ്, നീ വരുന്നെങ്കിൽ വാ, നയനയുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ നമുക്കുള്ള കുറേ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്തൊക്കെ കല്യാണം പറയണം, പിന്നീട് നയനയുടെ വീട്ടിലും കയറി കല്യാണമൊക്കെ പറയണം എന്നിങ്ങനെ പറയണം. നിൻ്റെ ഫ്രണ്ടല്ലേ നന്ദു, നിനക്ക് അവളെ കാണുകയും ചെയ്യാമല്ലോ, നിനക്ക് നേരിട്ട് അവളുടെ കല്യാണവും വിളിക്കുമല്ലോ, നീ വാ എന്നിങ്ങനെ ജാനകി പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ അനി ഹാപ്പി ആവുകയാണ്, ലഡ്ഡു പൊട്ടി മനസ്സിൽ. അപ്പോൾ അനി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ശരി ഞാനും കൂടി വരാം എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, നീ വരുന്നെങ്കിൽ വാ, ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ ചെന്നിട്ട് 2-3 ദിവസം ഞാൻ അവിടെ നിന്നിട്ട് പിന്നെ വരുള്ളൂ എന്നിങ്ങനെ നയന പറയുകയാണ്. അങ്ങനെ നമ്മുടെ ജാനകി അനിയും നയനയും കൂടി ചേർന്നിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ അവിടെ ചില്ലറ അറ്റകുറ്റപ്പണികളൊക്കെ നമ്മുടെ പെയിൻറ്റിങ്ങും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇവർ കാറിൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ചെന്ന് കഴിയുമ്പോഴേ അച്ഛനെ കാണുമ്പോൾ തന്നെ സന്തോഷത്തോടു കൂടി അച്ഛനെ ചെന്ന് ഹഗ് ചെയ്യുകയാണ് നമ്മുടെ നയന. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛാ സുഖം തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ കല്യാണം വിളിക്കാൻ വന്നതാണ് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ജാനകി പറയുകയാണ്. അതിനുശേഷം ജാനകി പറയുകയാണ്, നയനമോൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, കാരണം മുത്തശ്ശി തന്നെ നയനമോളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പിന്നെ നയനമോൾ അമ്മ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നവ്യയുടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ആളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എനിക്ക് പലപ്പോഴും എൻ്റെ പെൺമക്കളെ കാണണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് വരുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടമാവില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങോട്ട് വരാതിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ജാനകി പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശിയുടെ അനുവാദം കിട്ടിയതുകൊണ്ട്, അമ്മയുടെ അനുവാദം കിട്ടിയതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല, പേടിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ജാനകിയല്ല ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, മോളെ നിൻ്റെ അമ്മായിയമ്മയോട് നീ പറഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നയന പറയുകയാണ്, ഇല്ല അച്ഛാ ഞാൻ പറഞ്ഞില്ല, കാര്യം അമ്മയോട് ചോദിച്ചാൽ അമ്മ എന്തായാലും എന്നെ വിടത്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല, പിന്നീട് അമ്മ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മുത്തശ്ശി എന്നോട് പറഞ്ഞു എന്നെനിക്ക് പറയാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയാണ്, നന്ദു അകത്തുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നയനയും നമ്മുടെ അനിയും നന്ദുവിനെ കാണാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പത്തരമാറ്റിൻ്റെ 20-ാം തീയതിയിലെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഇനി നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കിടിലൻ എപ്പിസോഡാണ്. കിടിലൻ എന്ന് വെറുതെ പറഞ്ഞാൽ പോലെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. പക്ഷെ നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ ഒരുപക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യത്തുള്ളൂ നാളത്തെ എപ്പിസോഡ്. സംഭവം നാളെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നാളെ കുട്ടികളുടെ PTA സംഭവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നാളെ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും റിവ്യൂ വരുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. നമ്മുടെ റിവ്യൂ നാളെ ഉറപ്പായിട്ടുണ്ടാവും, ഇല്ലെന്നും പറഞ്ഞ് ആരും മിസ് ചെയ്ത് കളയല്, എല്ലാവരും കാത്തിരിക്കുക. ഇനി എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ.